ഈശോ പറയുന്നു, നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. വിട്ടുപോയ ഒരു വാക്യമോ തെറ്റിപ്പോകുന്ന ഒരു പദമോ പകർത്തുമ്പോൾ എല്ലാം ഇങ്ങനെ തകിടം മറിക്കുന്നുവെന്ന് വ്യക്തമാക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ എഴുത്തുകാരി, നിങ്ങൾ സജീവയാണ്. നിങ്ങൾക്ക് ഉടനടി തെറ്റുതിരുത്തുവാൻ കഴിയും. ആ സ്ഥിതിക്ക് ഇക്കഴിഞ്ഞ 20 നൂറ്റാണ്ടുകൊണ്ട് അപ്പസ്തോലിക സുവിശേഷങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള തേയ്മാനം എത്രയായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കുക. തന്മൂലം എൻ്റെ തത്വസംഹിതയ്ക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ലെങ്കിലും അത് നിഷ്പ്രയാസം മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇത് പല കാര്യങ്ങളും വിശദീകരിച്ചു തരുന്നു. ആദ്യകാലം മുതൽക്കേ ആ വ്യവസ്ഥ പ്രഭാവം നേടിയിരുന്നു. എൻ്റെ ഉപദേശങ്ങൾ ദുർഗ്രഹമായി തീരുമ്പോൾ വ്യവസ്ഥാരാഹിത്യം വ്യാപകമായി തീരും. പകർത്തുമ്പോൾ തെറ്റുവരിക സ്വാഭാവികം മാത്രമാണ്. കൊച്ചു ജോൺ, നീ ഇന്ന് സന്തോഷത്തോടെ ഇരിക്കുക. നീ തണ്ടൊടിഞ്ഞൊരു പുഷ്പമാണ്. ഞാൻ പിന്നീട് വന്ന് അത് നേരെയാക്കാം. ഇന്ന് നിൻ്റെ വേദനയുടെ കണ്ണീർ എനിക്ക് ആവശ്യമുണ്ട്. ദൈവം നിന്നോടുകൂടിയുണ്ട്. സൈമണിൻ്റെയും തീഷ്ണൻ യോഹന്നാൻ്റെയും ആദ്യ പ്രഭാഷണങ്ങൾ. ഈശോ പർവ്വതത്തിൽ നിന്നും താഴേക്കുള്ള വഴിയിലൂടെ പകുതി ദൂരം ചെന്നപ്പോൾ ധാരാളം ശിഷ്യന്മാരും മറ്റനവധി ജനങ്ങളും അവിടെ നിൽക്കുന്നതായി കണ്ടു. ഒരത്ഭുതം ആവശ്യമായി വന്നതിനാലും ഈശോയുടെ വചനം കേൾക്കണമെന്ന ആഗ്രഹത്താലുമാണ് അവർ അവിടെ എത്തിയത്. ജനങ്ങൾ പറഞ്ഞു കേട്ടതനുസരിച്ചോ സ്വന്തം ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചോ ആയിരിക്കാം അവർ ഇപ്രകാരം ചെയ്തത്. ഒരുപക്ഷേ അവരുടെ കാവൽമാലാഖമാരായിരിക്കാം അവരെ ദൈവപുത്രൻ്റെ അടുത്തേക്ക് നയിച്ചത്. വിരസമായ ഒരു കഥയാണ് ഞാൻ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തോടും അവിടുത്തെ വചനത്തോടും ശത്രുത പുലർത്തുന്നവർ സാത്താനാൽ നയിക്കപ്പെടുന്നു. ക്രിസ്തുവിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാൻ അവർ തക്കം പാർത്തിരിക്കുകയാണ്. എന്നാൽ മാലാഖമാർ പിശാചുക്കളെക്കാൾ സമർത്ഥരാണ്. അവർ പൈശാചിക ബാധയില്ലാത്ത ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. ഈശോ പരമാവധി ക്ഷമയോടും ധൈര്യത്തോടും കൂടി അവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുകയും അവരോട് വചനം പ്രഘോഷിക്കുകയും ചെയ്തു. എത്രയെത്ര അത്ഭുതങ്ങൾ! പർവ്വതത്തിലെ പാറക്കൂട്ടങ്ങളെ മൂടിപിടിപ്പിക്കുന്ന പുഷ്പങ്ങളുടെ അത്രയും അത്ഭുതങ്ങൾ. ദാരുണമായി പൊള്ളലേറ്റ ഒരു ആൺകുട്ടിയെ സുഖപ്പെടുത്തിയതുപോലെയുള്ള വലിയ അത്ഭുതങ്ങളും ആ കൂട്ടത്തിലുണ്ട്. ഒരു കിടക്കയിൽ എടുത്തുകൊണ്ടുവന്ന ആ ബാലൻ ദയനീയമായി കരയുന്നുണ്ടായിരുന്നു. അവൻ ഒരു ലിനൻ തുണിയുടെ അടിയിൽ കൂട്ടിയിട്ട ഒരു പിടി മാംസം മാത്രമായി. തീ പൊള്ളലേറ്റ് അവൻ്റെ രൂപം കണ്ടാൽ ആരും പേടിച്ചു പോകും. അവൻ അന്ത്യശ്വാസം വലിക്കാൻ പോകുന്നു. ഈശോ അവൻ്റെ മേൽ ഊതിയപ്പോൾ പൊള്ളലേറ്റുണ്ടായ വ്രണങ്ങൾ പൂർണ്ണമായും സുഖപ്പെട്ടു. പൂർണ്ണ നഗ്നനായിരുന്ന ആ കുട്ടി സന്തോഷപൂർവ്വം ഓടിച്ചാടി അമ്മയുടെ അടുത്തേക്ക് പോയി. ശരീരത്തിൽ പൊള്ളലിൻ്റെ ഒരു പാടുപോലും ഇല്ലാതെ സുഖം പ്രാപിച്ചു വന്ന അവനെ അമ്മ സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് തലോടി. അഗ്നിജ്വാല ഒരു കത്തി പോലെ പ്രവർത്തിച്ച് അവൻ്റെ മുടി കുറേയൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. പൂർണ്ണമായും നശിച്ചില്ല. മറ്റത്ഭുതങ്ങൾ ചെറിയവയായിരുന്നു. ഉദാഹരണത്തിന്, ആസ്മരോഗിയായ ഒരു വൃദ്ധൻ സുഖം പ്രാപിച്ചത് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അയാൾ പറഞ്ഞു, എൻ്റെ പേരിലല്ല, അച്ഛനില്ലാത്ത എൻ്റെ കൊച്ചുമക്കളുടെ പേരിലാണ് സുഖം പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. തൊണ്ടയ്ക്ക് ശ്വാസം മുട്ടുന്ന എനിക്ക് പാടത്ത് പോയി പണിയെടുക്കാൻ കഴിയുകയില്ലല്ലോ. അദൃശ്യമെങ്കിലും യഥാർത്ഥമായ അത്ഭുതവും അവിടെ നടന്നു. ഈശോ ഇപ്രകാരം പറഞ്ഞപ്പോഴാണ് അത് സംഭവിച്ചത്. നിങ്ങളിൽ കരയുന്ന ആത്മാവോടുകൂടി ഒരാളുണ്ട്. എന്നോട് കരുണ കാണിക്കണമേ എന്നയാൾ പറയേണ്ടതില്ല. കാരണം എൻ്റെ മറുപടി ഇപ്രകാരമായിരിക്കും, നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. എൻ്റെ മുഴുവൻ സഹാനുഭൂതിയും നിന്നോടുകൂടി ഉണ്ടായിരിക്കും. എന്തെന്നാൽ ഞാൻ കാരുണ്യം തന്നെയാണെന്ന് നിനക്കറിയാമല്ലോ. എങ്കിലും എനിക്ക് ഒന്നുകൂടി പറയാനുണ്ട്, നീ ഉദാരമനസ്കനായിരിക്കുക. ദൈവത്തോട് ഉദാരമനസ്കത കാണിക്കണം. ഭൂതകാലവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കണം. നീ ദൈവത്തെ കാണുന്നു, അതിനാൽ നീ കാണുന്നതായ ദൈവത്തിലേക്ക് തുറന്ന ഹൃദയത്തോടും നിറഞ്ഞ സ്നേഹത്തോടും കൂടി വരിക.
ആ വലിയ ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ആരോടാണ് ഈശോ ഇപ്രകാരം പറഞ്ഞതെന്ന് വ്യക്തമല്ല. ഈശോ തുടർന്ന് പറഞ്ഞു, ഇതാ എൻ്റെ അപ്പസ്തോലന്മാർ. അവർ അനവധി ക്രിസ്തുമാരെ പോലെയാണ്, എന്നാൽ ഞാൻ അവരെ അപ്രകാരമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരോട് വിശ്വസ്തയോടെ പെരുമാറുക. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടതെന്താണെന്ന് അവരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ട് ശരിക്കും ഭയപ്പെട്ടു പോയ അപ്പസ്തോലന്മാർ ഈശോയെ നോക്കി. എന്നാൽ അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്ന് പറഞ്ഞു, അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് നക്ഷത്രങ്ങളുടെ പ്രകാശവും മഞ്ഞുതുള്ളികളുടെ നൈർമല്യവും പ്രദാനം ചെയ്യും. നിങ്ങൾ അന്ധകാരത്തിൽ വീണുപോകാതിരിക്കുന്നതിന് അത് നിങ്ങളെ സഹായിക്കും. പിന്നീട് ഞാൻ വന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ പ്രകാശവും ആശ്വാസവും മുഴുവൻ വിജ്ഞാനവും നൽകും. അപ്പോൾ പ്രകൃത്യാതീതമായ ശക്തിയും സന്തോഷവും നിങ്ങൾക്കുണ്ടാകും. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. നിങ്ങളെക്കാൾ ദുഃഖം അനുഭവിക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമായ വേറെ ആളുകളുണ്ട്. അവരെന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എങ്കിലും ഞാൻ നിങ്ങളെ തനിച്ചാക്കുകയില്ല. എൻ്റെ അപ്പസ്തോലന്മാരെ ഞാൻ നിങ്ങളോടൊപ്പം നിർത്താം. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഏറ്റവും വിശ്വസ്തരായ വളർത്തമ്മമാരുടെ പക്കൽ ഏൽപ്പിച്ചിട്ട് പോകുന്നത് പോലെയാണ് എൻ്റെ വിടവാങ്ങൽ. ഈശോ കൈവീശി അവരെ അനുഗ്രഹിച്ചിട്ട് ജനക്കൂട്ടത്തെ തള്ളിമാറ്റിക്കൊണ്ട് മുൻപോട്ട് പോയി. ഈശോയെ അങ്ങനെ വിടുന്നതിന് ജനങ്ങൾക്ക് ആഗ്രഹമില്ലായിരുന്നു. ഈ അവസരത്തിലാണ് അവിടുന്ന് ഒടുവിലത്തെ അത്ഭുതം പ്രവർത്തിച്ചത്. പ്രായം ചെന്ന പക്ഷവാത രോഗിയായിരുന്ന ഒരു സ്ത്രീയെ അവരുടെ കൊച്ചുമകൻ അവിടെ എടുത്തുകൊണ്ടുവന്നു. അവർ സന്തോഷപൂർവ്വം വലതു കൈ ഉയർത്തി. നേരത്തെ ആ കൈ ചലിക്കുന്നതായിരുന്നില്ല, അവർ പറഞ്ഞു. ഈശോ കടന്നുപോയപ്പോൾ അവിടുത്തെ കുപ്പായം എൻ്റെ ദേഹത്ത് സ്പർശിച്ചു. ഞാനിതാ സുഖപ്പെട്ടിരിക്കുന്നു. വൃദ്ധയായ ഞാൻ എന്നെ സുഖപ്പെടുത്തുവാൻ ആവശ്യപ്പെടുക പോലും ചെയ്തിരുന്നില്ല. എന്നാൽ എൻ്റെ മനസ്സിലെ ആഗ്രഹം അറിഞ്ഞ അദ്ദേഹത്തിന് എന്നോട് ദയവ് തോന്നി. അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൻ്റെ ഒരു തുമ്പ് ഉപയോഗമില്ലാത്ത എൻ്റെ കയ്യിലൊന്ന് സ്പർശിച്ചതേയുള്ളൂ. അങ്ങനെ അദ്ദേഹം എന്നെ സുഖപ്പെടുത്തി. ഓ പരിശുദ്ധനായ ദാവീദിൻ്റെ എത്രയോ മഹാനായ പുത്രൻ, മിശിഹായ്ക്ക് സ്തോത്രം. എന്നാൽ നോക്കൂ നോക്കൂ, എൻ്റെ കൈ പോലെ തന്നെ ഇതാ എൻ്റെ കാലും ചലിക്കുന്നു. ഓ, എനിക്കിപ്പോൾ 20 വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോകുന്നു. വൃദ്ധയായ ആ സ്ത്രീ അത്യുച്ചത്തിൽ അവളുടെ ആഹ്ലാദം പ്രകടിപ്പിച്ചപ്പോൾ ധാരാളം ആളുകൾ അങ്ങോട്ട് തള്ളിക്കയറി. ഈശോ ബുദ്ധിമുട്ടൊന്നും കൂടാതെ അവിടെ നിന്ന് പോകുകയും ചെയ്തു. അപ്പസ്തോലന്മാർ അവിടത്തെ പിന്തുടർന്നു. താഴ്വാരത്തോടടുത്ത് നിരപ്പുള്ള വിജനമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ അല്പനേരം അവിടെ നിന്നു. കുറ്റിക്കാടുകൾ നിറഞ്ഞ ആ പ്രദേശം കായലോരം വരെയും നീണ്ടുകിടന്നു. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ തിരികെ വരുന്നതുവരെയും നിങ്ങൾ മടങ്ങിപ്പോയി നിങ്ങളുടെ ജോലി ചെയ്യുക. അതുവരെയും നിശബ്ദനായിരുന്ന പത്രോസ് പറഞ്ഞു, എന്നാലും എൻ്റെ കർത്താവേ, എന്താണ് അവിടുന്ന് ചെയ്തത്? ആത്മാക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ പക്കലുണ്ടെന്ന് അവിടുന്ന് പറയാൻ കാരണം എന്താണ്? അവിടുന്ന് ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നത് ശരി തന്നെ. എന്നാൽ ഞങ്ങൾ വെറും പോഷന്മാരാണ്, കുറഞ്ഞ പക്ഷം ഈ ഞാനെങ്കിലും. അങ്ങ് പറഞ്ഞു തന്ന കാര്യങ്ങളിൽ തീരെ കുറച്ച് എൻ്റെ കയ്യിൽ ബാക്കിയുള്ളൂ. തീർച്ചയായും തീരെ കുറച്ച് മാത്രം. ആഹാരം കഴിച്ചിട്ട് ഭൂരിഭാഗവും ദഹിക്കാത്ത ഒരാളിനെ പോലെയാണ് ഞാൻ. ദഹിച്ചു കഴിഞ്ഞത് അവിടെ ഒട്ടില്ല താനും. ഈശോ നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു. അവിടുന്ന് ചോദിച്ചു, ആ ദഹിച്ച ഭാഗം എങ്ങോട്ട് പോകുന്നു? അതെനിക്ക് അറിഞ്ഞുകൂടാ. നല്ല രുചിയുള്ള ഭക്ഷണം കഴിച്ചാലും 1 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ വയർ ശൂന്യമാകും. എന്നാൽ എണ്ണയിലിട്ട കടുകോ പയറോ ഉള്ളിൽ ചെന്നാൽ അവ ദഹിക്കുന്നതിന് ഏറെ സമയം എടുക്കും. അത് ശരിയാണ്. എന്നാൽ കടുകോ പയറോ അത്ര രുചിയുള്ള സാധനങ്ങളല്ലല്ലോ. അവ അധികമായി വയറ്റിൽ ചെന്നതുകൊണ്ട് പ്രയോജനവുമില്ല. നേരെ മറിച്ച് മൃദുലമായ ഭക്ഷണങ്ങൾ 1 മണിക്കൂറിന് ശേഷം നിന്റെ വയറ്റിൽ ഉണ്ടാവുകയില്ല, രക്തത്തിലായിരിക്കും ഉണ്ടാവുക. ദഹിച്ചു കഴിഞ്ഞ ഭക്ഷണം ആരുടെയും വയറ്റിൽ കിടക്കുകയില്ല. അതിൻ്റെ സത്ത രക്തത്തിൽ അലിഞ്ഞു ചേരും. അതാണ് കൂടുതൽ പ്രയോജനപ്രദം.
നീ നിന്റെ കൂട്ടുകാരും പരാതിപ്പെടുന്നത് ഞാൻ പറഞ്ഞതിലൊന്നും തന്നെ നിങ്ങൾ ഓർമ്മിക്കുന്നില്ല, അഥവാ വളരെ കുറച്ച് മാത്രമേ ഓർമ്മിക്കുന്നുള്ളൂ എന്നാണല്ലോ. ഒരുപക്ഷെ ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ച് അവരവർക്ക് താല്പര്യമുള്ളത് മാത്രമായിരിക്കാം ഓർമ്മിക്കുന്നത്. ആക്രമികളായവർ ആക്രമണ സ്വഭാവമുള്ള ഭാഗങ്ങളും ധ്യാനികൾ ധ്യാന സ്വഭാവമുള്ളവയും സ്നേഹിതർ സ്നേഹ സ്വഭാവമുള്ള ഭാഗങ്ങളും ഓർമ്മിക്കുന്നുണ്ടാവും. എന്നാൽ ഞാൻ പറയുന്നത് വിശ്വസിക്കുക. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളിലുണ്ട്. ഒരുപക്ഷെ അവയൊക്കെ നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങളിൽ അവ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു. ആവശ്യാനുസരണം നിങ്ങളുടെ ചിന്ത ഉണർന്നു പ്രവർത്തിക്കും. ഒട്ടും ഭയപ്പെടേണ്ട, നിങ്ങൾക്കതിന് കഴിയും എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ ഈ ചുമതല ഏൽപ്പിക്കുന്നത്. പത്രോസേ, ഞാൻ പോകുന്നു. സന്തോഷമായി ഇരിക്കുക, പുഞ്ചിരിക്കുക, വിശ്വാസിയായി ഇരിക്കുക, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നല്ലത് പ്രവർത്തിക്കുക. ഞാൻ എല്ലാവരോടും യാത്ര ചോദിക്കുന്നു. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ വളരെ വേഗം അവിടെ നിന്ന് പോയി. അവർ അപ്പോഴും അവിടെ നിന്നതേയുള്ളൂ. തങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത്, ഈശോ പറഞ്ഞ കാര്യങ്ങളോർത്ത് അവർ ദുഃഖിച്ചു.